നമസ്കാരം. ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവും 6 തവണ ലോക ചാമ്പ്യനുമായ മേരി കോം ബോക്സിംഗിൽ നിന്ന് വിരമിച്ചു. രാജ്യാന്തര ബോക്സിംഗ് അസോസിയേഷന്റെ നിയമപ്രകാരം പുരുഷ വനിതാ ബോക്സർമാർ എലൈറ്റ് മത്സരങ്ങളിൽ 40 വയസ്സ് വരെ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 41-കാരിയായ താരം വിരമിച്ചത്. ബോക്സിംഗ് മത്സരങ്ങളിൽ ഇനിയും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്നും പ്രായപരിധി കാരണമാണ് വിരമിക്കുന്നതെന്നും മേരി കോം വ്യക്തമാക്കി. ജീവിതത്തിൽ എല്ലാം നേടിയെന്നും അവർ പറഞ്ഞു. 6 തവണ ലോക ചാമ്പ്യനായ ഒരേ ഒരു ബോക്സിംഗ് താരമാണ് മേരി കോം. 5 തവണ ഏഷ്യൻ ചാമ്പ്യനുമായി. 2014 ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയതിലൂടെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ബോക്സറായി മാറി. 2005, 2006, 2008, 2010 വർഷങ്ങളിൽ ലോക ചാമ്പ്യനായ താരം 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡലും നേടി. 2008 ലോക ചാമ്പ്യനായതിനു പിന്നാലെ ഇരട്ടക്കുട്ടികളുടെ അമ്മയായി. ഇതോടെ ബോക്സിംഗിൽ നിന്ന് തൽക്കാലം വിട്ടുനിന്നു. പിന്നീട് 2012 മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനായും കളിക്കളത്തിൽ നിന്ന് വിട്ടുനിന്നു. തുടർന്ന് തിരിച്ചെത്തിയ മേരി കോം 2018 ഡൽഹിയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പും നേടി. 2003 ആദ്യ ലോക ചാമ്പ്യൻ പട്ടത്തിന് പിന്നാലെ രാജ്യം അർജുന അവാർഡ് നൽകി മേരി കോമിനെ ആദരിച്ചു. 2009 ഖേൽരത്ന പുരസ്കാരവും ലഭിച്ചു. 2006 പത്മശ്രീ, 2013 പത്മഭൂഷൺ, 2020 പത്മവിഭൂഷൺ അംഗീകാരങ്ങളും മേരിയെ തേടിയെത്തി. 2006, 2022 കാലഘട്ടത്തിൽ രാജ്യസഭാംഗമായിരുന്നു. 15-ാം വയസ്സിൽ ബോക്സിംഗ് കൂട്ടിലേക്ക് എത്തിയ താരമാണ് മേരി കോം. വിവാഹത്തിന് ശേഷം ഒട്ടുമിക്ക താരങ്ങളുടെയും കായിക ജീവിതം അധികം മുന്നോട്ട് പോകാറില്ല. എന്നാൽ മേരി കോമിന്റെ കാര്യത്തിൽ അത് തിരിച്ചാണ്. ഭർത്താവിൽ നിന്ന് മികച്ച പിന്തുണ ലഭിച്ചതോടെ ഓരോ വർഷവും കൂടുതൽ മേരി കോം കരുത്താർജിച്ചു. ഇടവേള എടുക്കേണ്ടി വന്നെങ്കിലും കുട്ടികളുടെ ജനനത്തിന് ശേഷം തിരിച്ചെത്തി ലോക ചാമ്പ്യനായി ലോകത്തിന് മാതൃകയായ താരമാണ് ഈ മണിപ്പൂരുകാരി. മണിപ്പൂരിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് മേരി കോമിന്റെ ജനനം. കർഷക തൊഴിലാളികളായിരുന്നു മാതാപിതാക്കൾ. അത്ലറ്റിക്സിനോടായിരുന്നു ചെറുപ്പത്തിൽ മേരി കോമിന്റെ താല്പര്യം. ഓട്ടവും ചാട്ടവും ഹോക്കിയും ഫുട്ബോളും ഒക്കെ കളിച്ചിരുന്നെങ്കിലും അന്ന് ബോക്സിങ്ങിനെ കുറിച്ച് ചിന്തിച്ചതേ ഉണ്ടായിരുന്നില്ല. സ്കൂൾ പഠനകാലത്ത് 3 തവണയാണ് മേരി കോം സ്കൂളുകൾ മാറിയത്. മെട്രിക്കുലേഷൻ പാസ്സായില്ല. വീണ്ടും സ്കൂളിലേക്ക് പോകാൻ മേരി തയ്യാറായില്ല. ഓപ്പൺ സ്കൂളിൽ പരീക്ഷ എഴുതി പാസ്സായി. പിന്നീട് ചുരാചന്ദ്പൂർ കോളേജിൽ നിന്ന് ബിരുദം നേടി. മണിപ്പൂരി ബോക്സിംഗ് താരമായ ജിങ്കോ സിംഗിന്റെ പ്രകടനങ്ങളായിരുന്നു മേരി കോമിന് പ്രചോദനം. തന്റെ വഴി ബോക്സിംഗ് ആണെന്ന് മേരി തിരഞ്ഞെടുത്തു. മണിപ്പൂരിലെ ഒരു ശരാശരി കുടുംബത്തിലെ അംഗം, അതും ഒരു പെൺകുട്ടി. ബോക്സിംഗിലേക്ക് ഇറക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ ഏറെയായിരുന്നു മേരിക്ക്. ബോക്സിംഗ് ഒരു പ്രൊഫഷനായി എടുക്കാൻ തീരുമാനിച്ചതോടെ വീട്ടുകാരുടെ എതിർപ്പും ശക്തമായി. പക്ഷെ ഒന്നിനു മുന്നിലും കീഴടങ്ങാൻ മേരി തയ്യാറായിരുന്നില്ല. 2000 മേരി ബോക്സിംഗിലേക്ക് കടക്കുന്നത്. മണിപ്പൂരിന്റെ സംസ്ഥാന ബോക്സിംഗ് പരിശീലകനായ നർജിത് സിംഗിന്റെ കീഴിലായിരുന്നു പരിശീലനം. 2001 മേരി കോം ഒൺലർ കോം എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത്. 4 വർഷത്തെ പ്രണയത്തിന് ശേഷം 2005 ഇവർ വിവാഹിതരായി. ബോക്സിംഗിലെ ഇന്ത്യൻ സാന്നിധ്യമായി 2001 മുതലേ മേരി കോം മാറിയിരുന്നു. 2001 അമേരിക്കയിൽ നടന്ന വനിതകളുടെ ലോക അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിക്കൊണ്ടായിരുന്നു ഇത്. മേരി കോമിന്റെ ജീവിതകഥയാണ് അവരുടെ അതേ പേരിൽ സഞ്ജയ് ലീല ബൻസാരി സിനിമയാക്കിയത്. ഒമദ് കുമാറാണ് സിനിമ സംവിധാനം ചെയ്തത്. പ്രിയങ്ക ചോപ്രയാണ് മേരി കോമിനെ അവതരിപ്പിച്ചത്. മേരി കോമിന്റെ ആത്മകഥയാണ് അഭേദ്യം, അൺബ്രേക്കബിൾ. അതെ, മേരി കോമിന്റെ ജീവിതം അങ്ങനെ തന്നെയാണ്.